കറണ്ട് പോയാലുടനെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവുകയും കറണ്ട് വന്നാലുടനെ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യും. ഇനി രാത്രി നടന്നു പോകുന്ന സമയത്ത് ഇരുട്ടുള്ള ഇടങ്ങളിൽ ഫ്ലാഷ് ലൈറ്റ് ഓണായി കിടക്കും. വെളിച്ചമുള്ള സ്ഥലമെത്തിയാൽ ഫോൺ തന്നെ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആയിക്കൊള്ളും. ഇതുപോലെ ചലനത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിലും ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ നമ്മുടെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഈ ആപ്ലിക്കേഷന് യാതൊരു തരത്തിലുള്ള പെർമിഷനും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൽ യാതൊരു തരത്തിലുള്ള പരസ്യങ്ങളും ഇല്ല. നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ എവിടെയാണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ചെറുതായിട്ട് മോർ എന്ന് കാണാം. ചിലർക്ക് അവിടെ 3 ഡോട്ട്സ് ആയിരിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ആകും. ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് നീല നിറത്തിൽ ലിങ്ക് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ഓണായി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ദി ആപ്പ് എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ പ്രത്യേകിച്ച് പെർമിഷനും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് പല രീതിയിൽ നമ്മുടെ ഫോണിൻ്റെ ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഞാൻ എമർജൻസി ലൈറ്റ് പോലെ നമ്മുടെ ഫോണ് ഒരു എമർജൻസി ലൈറ്റ് പോലെ കറണ്ട് പോകുന്ന സമയത്ത് ഓൺ ചെയ്യാനുള്ള ഈ ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്താൽ താഴെ ഒരു സ്വിച്ച് കാണാം. ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇരുട്ടാകുന്ന സമയത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആകും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബാർ കാണാം. അത് നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടോ വിരൽ കൊണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുറിയിൽ എത്രത്തോളം ഇരുട്ടാകുമ്പോഴാണ് ഫ്ലാഷ് ലൈറ്റ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓവറായിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെറിയൊരു ഇരുട്ടാകുമ്പോൾ തന്നെ ഫ്ലാഷ് ലൈറ്റ് കത്തും. അപ്പോൾ അതിലും ഭേദം 1, 2, 7 അങ്ങനെ എന്തെങ്കിലും നമ്പർ കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഇരുട്ടാക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ല. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ എൻ്റെ ഫോണിൻ്റെ സെൻസർ ഒന്ന് പൊത്തിപ്പിടിച്ച് കാണിച്ചു തരാം. സെൻസർ പൊത്തിപ്പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഫ്ലാഷ് ലൈറ്റ് ഓൺ ആകുന്നുണ്ട്. ഞാൻ വിടുന്ന സമയത്ത് ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആകുന്നുമുണ്ട്. അതായത് ഇരുട്ടാകുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് ഓണും ഓഫും ആകും. ഇനി നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ ഓൺ ചെയ്ത സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. പിന്നീട് ഇത് പ്രവർത്തിക്കുന്നതല്ല. അപ്പോൾ ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അല്ലാതെ ഇത് മുഴുവൻ സമയത്തും ഓൺ ചെയ്ത് നമ്മൾ പോക്കറ്റിലൊക്കെ ഫോൺ ഇടുന്ന സമയത്ത് പോക്കറ്റിൽ നിന്ന് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആകും. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രയോജനം ഇപ്പോൾ പവർ കട്ടൊക്കെയുള്ള സമയത്ത് നമുക്കിത് മുൻകൂട്ടി ഫോണിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിയൊന്നും ഇരുട്ടാകാതിരിക്കാൻ, അതായത് എമർജൻസി ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ചിലർക്ക് ഇരുട്ട് പേടിയായിരിക്കും. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇരുട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്ന് മുറിയൊന്നും ഇരുട്ടാകാതിരിക്കാൻ ഇത് ഉപയോഗിക്കാം. വെളിച്ചം വന്ന ഉടനെ ഇത് ഓഫ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ പല രീതിയിൽ നമുക്ക് ഇത് ഫ്ലാഷ് ലൈറ്റ് സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതൊക്കെ ജീവിതത്തിലെ പല സാഹചര്യത്തിലും ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ എല്ലാം ഒന്നും എനിക്ക് ഉദാഹരണം പറയാൻ സാധിക്കില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് പല രീതിയിൽ ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.